മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കൊച്ച് കഴിച്ചിട്ട് വന്ന് പാത്രം തന്നെത്താൻ കഴുകാൻ നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത് അപ്പോൾ അതുപോലെ കുറച്ചൊക്കെ ചെയ്ത് ഇടയ്ക്ക് അങ്ങനെയൊന്ന് പിള്ളേർ തന്നെ ജോലി ചെയ്യുന്നത് നല്ലതാണ്, നമ്മളടുത്ത് നിന്ന്, അല്ലെങ്കിൽ അവിടുത്തെ വെള്ളം മൊത്തവും തീർക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കോവയ്ക്ക ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഒരു മീനുണ്ടായിരുന്നു, ഒരു ചൂരമീൻ ഇരിപ്പുണ്ടായിരുന്നു. അതൊന്നെടുത്ത് വെളിയിൽ വെച്ച് അത് ഒത്തിരി ഒന്ന് ഐസ് പോയണേ അതൊന്ന് വെട്ടി കറി വയ്ക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ ഞാൻ വെട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അപ്പോഴത്തേക്കിന് കോവയ്ക്കൊക്കെ നന്നായി മെഴുക്ക് പുരട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടി വെച്ചിട്ട് മീൻ കറി വയ്ക്കാനായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒരു സ്വല്പം ഉലുവായി ഇട്ടതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം പുളിയും ചേർത്തിട്ടുണ്ട്. ഉലുവാപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് അരപ്പൊന്ന് തിളച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വെട്ടി വെച്ച മീനൊന്ന് പറക്കിയിട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം ആ വെട്ടിയ മീൻ എത്ര ഈ ചട്ടിക്കുള്ളൂ അത്രയും അങ്ങ് വെച്ച് ഇപ്പോൾ 1-2 ദിവസം 3 ദിവസത്തേക്ക് നമുക്ക് ഈ മീൻ കറി ഉപയോഗിക്കാം. അതുകൊണ്ട് അത്രയും വെച്ചിട്ട് അതൊന്ന് നന്നായി തിളച്ച് വറ്റി വരുന്നുടനെ അതിലേക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോരുകറി വയ്ക്കാനായിട്ട് തൈരൊന്ന് ഉടച്ചെടുത്തായിരുന്നു. അപ്പോൾ അതൊന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് അതൊന്നൊന്ന് അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ പുക പോലെ ആവി പോലെ മുകളിൽ നിന്ന് വരുന്നുടനെ ഉലുവാപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. ഇതിൽ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല. ഇതാണ് ഓട്ടമോരെന്ന് പറയുന്നത്. അപ്പം മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ റാഗിയും കൊണ്ടുണ്ടാക്കിയെന്ന് അതിൽ അവർ പറഞ്ഞത് നള്ളി എന്ന് പറയും. ഇതിപ്പം നമ്മൾ ഇങ്ങനെ ചെറിയ പീസായിട്ടിരിക്കും, നമ്മളത് എണ്ണയിലിടുന്ന ഉടനെ അത് അങ്ങ് വീർത്ത് വരും, പപ്പടം പൊള്ളി വരുന്നത് പോലെ പൊള്ളി വരും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ പപ്പടം പോലെയും കഴിക്കാം. അതുപോലെ ഈ കൊച്ചുങ്ങൾക്കൊക്കെ ഇല്ലേ വിരളെ ഇങ്ങനെ പിന്നെ മോതിരം പോലെ ഇട്ട് തിന്നുന്നേരണമുണ്ടല്ലോ, അതിൻ്റെ വലുതാണ് ഇത്. അല്ലാതെ ടൈം പാസ്സായിട്ടും കഴിക്കാം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.